ചൈന ഇപ്പോൾ കസാക്കിസ്ഥാനുമായി 30-ലധികം കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ILRSുമായി ബന്ധപ്പെട്ടതാണ്. ILRS എന്ന് പറഞ്ഞാൽ ചൈനാസ് ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. 2045 കൂടി റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ആദ്യഘട്ടം 2035 കൂടി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. കരാറുകളിൽ മാത്രമല്ല ഒപ്പുവച്ചിരിക്കുന്നത്, പരസ്പര ബഹിരാകാശ പോർട്ടുകളുടെ വാണിജ്യപരമായ ഉപയോഗവും പര്യവേക്ഷണങ്ങളും ചെയ്യും. ജൂലൈ 3 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ കസാക്കിസ്ഥാനിലെ സന്ദർശന വേളയിലാണ് ഇരുപക്ഷങ്ങളും തമ്മിലുള്ള രേഖകൾ ഒപ്പുവെച്ചത്. ഈ വികസനം ചൈനയുടെ ചന്ദ്ര പര്യവേഷണങ്ങളെ കൂടുതലധികം ശക്തിപ്പെടുത്തുന്നതാണ്. 2030 കൂടി ചന്ദ്രനിൽ ചൈനയുടെ ഒരു ലൂണാർ ബേസ് നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് അവർ വിഭാവനം ചെയ്യുന്നത്. സൂപ്പർ ഹെവി ലിഫ്റ്റ് ലോഞ്ചർ ഉപയോഗിച്ചായിരിക്കും ഇത് നിർമ്മിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ചന്ദ്ര പര്യവേഷണവും ചന്ദ്രനിലുള്ള വിഭവങ്ങളുടെ വിനിയോഗവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 2030 കൂടി ചന്ദ്രനിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെ അയക്കുവാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട്. ഈ പദ്ധതി നാസയുടെ ആൾട്ടമിറീസ് പ്രോഗ്രാമിന് സമാന്തരമായും എന്നാൽ വേറിട്ടതുമായ ഒരു പ്രോഗ്രാമാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ മെറ്റീരിയൽസ് തിരിച്ചറിയാനായി ഒരു ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജ് സംയുക്തമായി വികസിപ്പിക്കുന്നതിന് ഈജിപ്തുമായി സഹകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ILRSൽ ചേരാൻ തുർക്കി അപേക്ഷിച്ചതായി ഒരു റഷ്യൻ ബഹിരാകാശ ഉദ്യോഗസ്ഥൻ ഏപ്രിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചന്ദ്രപദ്ധതിയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചൈന ഇതുവരെ ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. 2021 ജൂണിൽ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ചൈനയും റഷ്യയും സംയുക്തമായി ILRS പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെനസ്വേല, പാകിസ്ഥാൻ, അസർബൈജാൻ, ബെലാറസ്, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ് എന്നിവ 2023 സൈനപ്പ് ചെയ്യുകയും ചെയ്തു. 2026 ചാങ്-ഇ 7 പിന്നീടുള്ള ചാങ്-ഇ 8 മിഷനുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. 2 ബഹിരാകാശ പേടക ദൗത്യങ്ങളും ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുക. 2035 കൂടി ആദ്യഘട്ടമായി ചന്ദ്രനിലെ ബേസ് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കും. രണ്ടാം ഘട്ടം 2045 വിപുലീകരിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചന്ദ്ര ഉപരിതലത്തെപ്പറ്റി പഠിക്കുക, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തെപ്പറ്റി പഠിക്കുക, കൂടാതെ മറ്റു ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനും ഈ ബേസ് സ്റ്റേഷൻ ഉപയോഗിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.